എല്ലാവർക്കും പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2026 കേരള PSC നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട പരീക്ഷകളിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അവയുമായി അനുബന്ധപ്പെട്ട വിവരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 2026 നടന്ന പ്രധാന പരീക്ഷകളായിരുന്നു വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ, ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്നീ പരീക്ഷകളിലെ കറണ്ട് അഫയേഴ്സും അതുമായിട്ട് വരുന്ന റിലേറ്റഡ് ഫാക്റ്റുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് അവസാനം വരെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ 2025 സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏതാണ്? അപ്പൊ ഇന്ത്യയുടെ 2025 സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. 78ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു? അല്ല, തെറ്റായിരുന്നു. 80ാമത്തെ ആയിരുന്നു? അല്ല, പിന്നെ എത്രാമത്തെയാണ്? 79ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു 2025 ആഘോഷിച്ചത്. അതുപോലെ തന്നെ വിശിഷ്ട അതിഥികളായി മറ്റ് രാജ്യ തലവന്മാർ ഉണ്ടായിരുന്നില്ല. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി 3ഉം 4ഉമാണ്. അപ്പൊ ഇതേ ബന്ധപ്പെട്ട് നമ്മൾ 2025 സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് അറിഞ്ഞിരിക്കണം. ഇനി വരുന്ന പരീക്ഷകളിൽ ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പൊ ഫസ്റ്റ് നോക്കാം. 2025 സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ തീം അഥവാ പ്രമേയം എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. നോക്കാം. നവഭാരതം അഥവാ നയ ഭാരത് എന്നതായിരുന്നു 2025 പ്രധാന പ്രമേയം. അപ്പൊ 2025 പ്രധാന പ്രമേയം എന്താണ്? നവഭാരതം അഥവാ നയ ഭാരത് ആണ് പ്രധാന പ്രമേയം. അതോടൊപ്പം തന്നെ 2047 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ വികസിത് ഭാരത് എന്ന കാഴ്ചപ്പാടിനാണ് ഇതിൽ ഊന്നൽ നൽകിയത്. അപ്പൊ ഒന്നുകൂടെ പറയാം. 2025 സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ പ്രധാന പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നവഭാരതം അഥവാ നയ ഭാരത് എന്നായിരുന്നു. അതോടൊപ്പം കൂടെ തന്നെ 2047 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടുള്ള വികസിത് ഭാരത് എന്ന കാഴ്ചപ്പാടിനാണ് ഇതിൽ ഊന്നൽ നൽകിയത്. അതുപോലെ തന്നെ പ്രത്യേക അതിഥികളായി ഇത്തവണ വിദേശ രാജ്യതലവന്മാർ ആരും മുഖ്യ അതിഥികളായി ഉണ്ടായിരുന്നില്ല. അപ്പൊ 2025 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തോട് അതിന്റെ പ്രത്യേകത എന്താണ്? പ്രത്യേക അതിഥികളായിട്ട്. സാധാരണ നമുക്കറിയാം സ്വാതന്ത്ര്യ ദിനാഘോഷവും റിപ്പബ്ലിക് ദിനവും ഒക്കെ നടക്കുമ്പോൾ എന്താണ്, മറ്റ് രാജ്യങ്ങളിലെ തലവന്മാരും പ്രസിഡന്റ് ആയിക്കോട്ടെ, പ്രധാനമന്ത്രി ആയിക്കോട്ടെ, മറ്റ് രാജ്യങ്ങളിലുള്ളവരൊക്കെ എന്താണ് മുഖ്യ അതിഥികളായിട്ട് നമ്മുടെ രാജ്യത്തെ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനും റിപ്പബ്ലിക് ദിനത്തിനും ഒക്കെ പങ്കെടുക്കാറുണ്ട്. പക്ഷേ 2025 സ്വാതന്ത്ര്യ ദിനത്തിൽ എന്താണ്, വിദേശ രാജ്യതലവന്മാർ ആരും മുഖ്യ അതിഥികളായി ഉണ്ടായിരുന്നില്ല. ഇത്തവണ വിദേശ രാജ്യതലവന്മാർ ആരും മുഖ്യ അതിഥികളായി ഉണ്ടായിരുന്നില്ല. പിന്നെ ആരാണ് ഉണ്ടായിരുന്നത് നമുക്ക് നോക്കാം. സ്വച്ഛ് ഭാരത് ദൗത്യത്തിന് മികച്ച സംഭാവന നൽകിയ 50 ശുചീകരണ തൊഴിലാളികളെയും സ്ത്രീ ശാക്തീകരണ രംഗത്ത് പ്രവർത്തിക്കുന്നവരെയും പ്രത്യേക അതിഥികളായി ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു. അപ്പൊ അത് കണക്ട് ചെയ്ത് പഠിച്ചോണം. അപ്പൊ 2025 സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് മുഖ്യ അതിഥികളായിട്ട് വിദേശ രാജ്യതലവന്മാർ ഉണ്ടായിരുന്നില്ല. പകരം സ്വച്ഛ് ഭാരത് ദൗത്യത്തില് മികച്ച സംഭാവന നൽകിയ 50 ശുചീകരണ തൊഴിലാളികളെയും അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണ രംഗത്ത് പ്രവർത്തിക്കുന്നവരെയും പ്രത്യേക അതിഥികളായിട്ടാണ് 2025 സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ക്ഷണിച്ചത് കേട്ടോ. അപ്പൊ അവരായിരുന്നു പങ്കെടുത്തത്. ക്ലിയർ ആണ്? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി സൊമാലിയയാണ് കേട്ടോ. അപ്പോൾ 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏതാണ്? സോമാലിയാണ് കേട്ടോ. സോമാലിയ കേട്ടോ, പഠിച്ചു വെക്കണം. സോമാലിയാണ് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം 2025 കണക്ക് പ്രകാരം. അതുപോലെ കണക്ട് ചെയ്ത് തന്നെ പഠിക്കേണ്ട കുറച്ച് 2 പോയിന്റ്സുകളുണ്ട്, ഞാൻ അതോടെ പറയാം. ആഗോള വിശപ്പ് സൂചിക, ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് GHI എന്ന് പറയും. ആഗോള വിശപ്പ് സൂചിക 2025 ഇന്ത്യയുടെ സ്ഥാനം 102ാം സ്ഥാനമാണ്. 2024 105ാം സ്ഥാനമായിരുന്നു കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. ആഗോള വിശപ്പ് സൂചിക 2025 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 102ാം സ്ഥാനമാണ്. അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ പട്ടിണിയുള്ള രാജ്യം ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അർമേനിയാണ് കേട്ടോ. അർമേനിയയുടെ സ്കോർ എന്ന് പറഞ്ഞാൽ 5ൽ താഴെയാണ് വരുന്നത് കേട്ടോ പട്ടിണി സൂചികയിലെ. അപ്പൊ പഠിച്ചു നോക്കണം. ഏറ്റവും കുറഞ്ഞ പട്ടിണിയുള്ള രാജ്യം ഏതാണ്? അർമേനിയ. അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ,
അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെ ആരംഭിച്ചു എന്നാണ്. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക്, ത്വക്ക് ബാങ്ക് ആണ്. സ്കിൻ ബാങ്ക് എവിടെ ആരംഭിച്ചു? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരമാണ് കേട്ടോ. പഠിച്ചുക്കണം. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക്, കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെയാണ് ആരംഭിച്ചത്? ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കേണ്ട കുറച്ച് പോയിന്റോടെ ഞാൻ പറയാം. ആദ്യത്തെ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് അഥവാ നിമാമി എവിടെയാണ് ആരംഭിച്ചത്? ജനറൽ ആശുപത്രി എറണാകുളം. എന്താ കേരളത്തിലെ ആദ്യത്തെ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് എവിടെയാണ് ആരംഭിച്ചത്? എറണാകുളം ജനറൽ ആശുപത്രിയിലാണ്. അതുപോലെ തന്നെ കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല എവിടെയാണ്? മംഗലപുരം ടെക്നോസിറ്റി പള്ളിപ്പുറം തിരുവനന്തപുരത്താണ് കേട്ടോ. അപ്പൊ എവിടെയാണ് രാജ്യത്തെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല എവിടെയാണ് വരുന്നത്? മംഗലപുരം ടെക്നോസിറ്റി പള്ളിപ്പുറം തിരുവനന്തപുരമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ജെൻഡർ പാർക്ക് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ജെൻഡർ പാർക്ക് കോഴിക്കോടാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ജൈവ ഗ്രാമം എവിടെയാണ്? ഉടുമ്പന്നൂരാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ജൈവ ഗ്രാമം ഉടുമ്പന്നൂർ. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് മ്യൂസിയം എവിടെയാണ്? കോഴിക്കോടാണ് കേട്ടോ. ആദ്യത്തെ റോബോട്ടിക് മ്യൂസിയം കോഴിക്കോടാണ്. അപ്പോൾ കണക്ട് ചെയ്ത് ഇത്രയും പോയിന്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ്, ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി, ഹർമൻ പ്രീത് കൗർ ആണ് കേട്ടോ. ഹർമൻ പ്രീത് കൗർ ആണ്. അപ്പൊ എന്താണ്? ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ഇന്ത്യയുടെ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻ പ്രീത് കൗർ ആണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. അപ്പൊ നമുക്ക് ഇത് റിലേറ്റ് ചെയ്ത് തന്നെ പഠിക്കേണ്ടതായിട്ടുള്ളതാണ്. ICC വനിതാ ലോകകപ്പ് 2025 വനിതാ ഏകദിനമാണ്. ODI വേൾഡ് വൺ ഡേ മാച്ച് ആണ്. അതായത് ICC വനിതാ ഏകദിന ലോകകപ്പ് 2025 ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. വിജയികൾ നമ്മുടെ ഇന്ത്യയാണ് വിജയമായിട്ട് വന്നത്. നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ കിരീടമാണ് 2025 വനിതാ ഏകദിന ലോകകപ്പ് കിരീടം. അതുപോലെ തന്നെ സീനിയർ വിഭാഗത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ICC ലോകകപ്പ് കിരീടമാണ്. വനിതാ വിഭാഗത്തിലെ ആദ്യ വനിതാ ലോകകപ്പ് ഏകദിന കിരീടമായിരുന്നു ഇന്ത്യ സ്വന്തമാക്കിയത് 2025. ക്യാപ്റ്റൻ നമ്മൾ പഠിച്ചു, ഹർമൻ പ്രീത് കൗർ ആയിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റൻ. ഫൈനൽ നടന്ന ഡേറ്റ് കൂടെ അറിഞ്ഞിരിക്കണം. 2025 നവംബർ 2 ഫൈനൽ നടന്നത്. ഫൈനൽ നടന്ന വേദി എവിടെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാം. DY പട്ടേൽ സ്റ്റേഡിയം, നേവി മുംബൈ. DY പട്ടേൽ സ്റ്റേഡിയം, നേവി മുംബൈ. അതുപോലെ തന്നെ ഫൈനൽ മത്സരം ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ 52 റൺസിന് പരാജയപ്പെടുത്തി. ഇനിയും നമുക്ക് പരീക്ഷകളിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ് ആണ്. അപ്പം എത്ര റൺസിനാ പരാജയപ്പെടുത്തി എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ എന്താണ്? ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ 52 റൺസിന് പരാജയപ്പെടുത്തി. അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദ മാച്ച് ഷഫാലി വർമ്മയാണ്. ഇന്ത്യക്കാരിയായിട്ടുള്ള ഷഫാലി വർമ്മയാണ് പ്ലെയർ ഓഫ് ദ ഫൈനൽ മാച്ച് അഥവാ പ്ലെയർ ഓഫ് ദ മാച്ച് കിരീടം നേടിയത്. അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അഥവാ ടൂർണമെന്റിലെ താരം ദീപ്തി ശർമ്മയാണ്. നമ്മുടെ ഇന്ത്യക്കാരിയായിട്ടുള്ള ദീപ്തി ശർമ്മയാണ് ടൂർണമെന്റിലെ താരമായിട്ട് തെരഞ്ഞെടുത്തത്. ക്ലിയർ ആണ്? ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലോട്ട് വാട്സ്ആപ്പ് ചെയ്താൽ മതി. വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. 6 മാസത്തെ കോഴ്സ് ആയിരിക്കും വരുന്നത്. അതായത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ച് ആണ്. നമ്മൾ ഡെയിലി 1 hour ലൈവ് സെക്ഷൻ ക്ലാസ്സസ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ്, നമ്മൾ എടുക്കുന്ന ക്ലാസിന്റെ എല്ലാ PDF നോട്ട്സ്, മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ഓറിയന്റഡ് ക്ലാസ്സസ് ഒക്കെയാണ് വരുന്നത്. വെറും 200 രൂപ മാത്രമേ കറണ്ട് അഫയേഴ്സ് ബാച്ചിലെ കോഴ്സിന് ഫീ ആയിട്ട് വരുന്നുള്ളൂ. അപ്പൊ ഈ ഒരു നമ്പറിലോട്ട് വാട്സ്ആപ്പ് ചെയ്താൽ മതി. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ട് വാട്സ്ആപ്പ് ചെയ്താൽ മതി. കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു ബാച്ചോടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറിന്റെ ക്രാഷ് കോഴ്സ് ബാച്ച് ആണ്. ഇതിൽ നമ്മൾ ഹോട്ട് ടോപ്പിക്സ്, സ്പെഷ്യൽ ടോപ്പിക്സ്, കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആ ഹോട്ട് ടോപ്പിക്സ് ഉദ്ദേശിക്കുന്നത് GK പാർട്ടിലെ പ്രധാന ടോപ്പിക്കുകളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, സയൻസ് പാർട്ട് എല്ലാ ടോപ്പിക്കുകളുടെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ക്രാഷ് റിവിഷൻ എടുക്കുന്നുണ്ട് ഹോട്ട് ടോപ്പിക്സിൽ. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ കംപ്ലീറ്റ് ക്ലാസ് പ്ലസ് റിവിഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും എടുക്കുന്നുണ്ട്. ഇത് മെയിനായിട്ട് നമ്മൾ റെക്കോർഡ് ക്ലാസ്സസും പിന്നെ ലൈവ് ഡിസ്കഷനും വരുന്നുണ്ട്. അതുപോലെ തന്നെ PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SCRT ബേസ്ഡ് ക്ലാസ്സസ് ആയിരിക്കും. PYQ ഡിസ്കഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സാം ഓറിയന്റഡ്, റിവിഷൻ ഓറിയന്റഡ് ക്ലാസ് ആയിരിക്കും വരുന്നത്. ഈ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറിന്റെ ക്രാഷ് കോഴ്സിന് 600 രൂപയാണ് കോഴ്സ് ഫീ ആയിട്ട് വരുന്നത് കേട്ടോ. 600 രൂപയാണ് കോഴ്സ് ഫീ ആയിട്ട് വരുന്നത്. ഇത്രയും സബ്ജക്ട് എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ 600 രൂപ കോഴ്സ് ഫീ ആയിട്ട് വെക്കുന്നത്. ടെലഗ്രാമിലായിരിക്കും ക്ലാസ്സസ് വരുന്നത്. അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറയുന്ന നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി.
അപ്പം ഈ 2 കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ബാച്ച് ആണെങ്കിൽ 200 രൂപയും അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫീസറിന്റെ ക്രാഷ് കോഴ്സ് ആണെങ്കിൽ 600 രൂപയാണ് വരുന്നത്. ക്രാഷ് കോഴ്സ് നമ്മൾ നിങ്ങൾ ഒരു റിവിഷൻ എന്ന രീതിയിൽ ഒരു ക്രാഷ് കോഴ്സിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ മാത്രമല്ല മറ്റ് അധ്യാപകരും ക്ലാസ് എടുക്കുന്നുണ്ട് ഈ അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫീസറിന്റെ ക്രാഷ് കോഴ്സിൽ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ബാച്ച് എല്ലാ ദിവസവും വൈകുന്നേരം 7:30 തൊട്ട് 8:30 വരെ ആയിരിക്കും കറണ്ട് അഫയേഴ്സിന്റെ ഡെയിലി ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഈ നമ്പറിലോട്ട് വാട്സ്ആപ്പ് ചെയ്താൽ മതി. ഏത് കോഴ്സാണെന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗുമായി ബന്ധപ്പെട്ടത് ശരിയായത് ഏതെന്നാണ്. നീതി ആയോഗുമായി ബന്ധപ്പെട്ടത് ശരിയായത് ഏതെന്നാണ് നോക്കാം. നീതി ആയോഗുമായി ബന്ധപ്പെട്ടത് ശരിയായത് ഏതെന്നാണ് നോക്കാം. ആസ്ഥാനം ന്യൂഡൽഹിയിലെ നീതി ഭവൻ. ശരിയാണ്. ആസ്ഥാനം ന്യൂഡൽഹിയിലെ നീതി ഭവൻ സ്ഥാപിതമായത് 2015 ജനുവരി 1 ശരിയാണ്. നിലവിലുള്ള CEO പരമേശ്വരൻ അയ്യരാണ്. തെറ്റല്ലേ? നിലവിലുള്ള CEO ആരാണ്? BVR സുബ്രഹ്മണ്യം അല്ലേ? അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി 1ഉം 2ഉമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നീതി ആയോഗിനെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് റിലേറ്റഡ് ഫാക്ടോടെ നമുക്ക് പഠിച്ചു പോവാം. നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ്. അപ്പൊ നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്താന്ന് പരീക്ഷയ്ക്ക് ചിലപ്പം ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. പിന്നെ ഇതിന്റെ ആസ്ഥാനം നമ്മൾ പറഞ്ഞു ന്യൂഡൽഹിയിലെ നീതി ഭവനാണ് നീതി ആയോഗിന്റെ ആസ്ഥാനമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ അധ്യക്ഷൻ, നീതി ആയോഗിന്റെ അധ്യക്ഷൻ അഥവാ ചെയർപേഴ്സൺ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ് നീതി ആയോഗിന്റെ അധ്യക്ഷനായിട്ട് വരുന്നത് അഥവാ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത്. പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ അധ്യക്ഷനായിട്ടും വരുന്നത് കേട്ടോ. പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ അധ്യക്ഷൻ കേട്ടോ. അപ്പൊ നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിലവിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രിയാണ് വരുന്നത്. അതുപോലെ തന്നെ നിലവിലെ ഉപാധ്യക്ഷൻ ആരെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. വൈസ് ചെയർപേഴ്സൺ. നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർപേഴ്സൺ അഥവാ നീതി ആയോഗിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ ആരാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. സുമൻ ബെറിയാണ് കേട്ടോ. സുമൻ ബെറിയാണ്. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നീതി ആയോഗിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബെറിയാണ് കേട്ടോ. സുമൻ ബെറിയാണ്. അടുത്തത് നീതി ആയോഗിന്റെ നിലവിലെ CEO അഥവാ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? BVR സുബ്രഹ്മണ്യം. ഞാൻ ഒന്നുകൂടെ പറയാം. നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ നീതി ഭവനാണ്. സ്ഥാപിതമായത് 2015 ജനുവരി 1 സ്ഥാപിതമായത്. നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം അഥവാ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ്. പ്രധാനമന്ത്രിയാണ് അധ്യക്ഷനായിട്ട് വരുന്നത്. നിലവിലെ ഉപാധ്യക്ഷൻ സുമൻ ബെറിയാണ്. നിലവിലെ CEO നീതി ആയോഗിന്റെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യം. അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിസ്രിയാണ് കേട്ടോ. വിക്രം മിസ്രിയാണ് ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറിയാണ്. അപ്പൊ ഇന്ത്യയുടെ നിലവിലെ കേന്ദ്ര വിദേശകാര്യ മന്ത്രി ആരാണ്? എസ് ജയശങ്കർ ആണ് കേട്ടോ. അപ്പൊ കേന്ദ്ര വിദേശകാര്യ മന്ത്രി ആരാണ്? എസ് ജയശങ്കർ ആണ്. അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. പാർവതേനേനി ഹരീഷാണ് കേട്ടോ. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആരാണ്? PK മിശ്രയാണ് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി ആരാണ്? രാജേഷ് കുമാർ സിംഗ് ആണ് ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി. ഇന്ത്യയുടെ നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? TV സോമനാഥ് ആണ് കേട്ടോ. മലയാളിയാണ്. അപ്പൊ ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ് നിലവിലെ? TV സോമനാഥ്. അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹനാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പഠിച്ചങ്ങ് പോവാം. ഇപ്പോഴേ പഠിച്ചു പോവാം. അപ്പൊ എന്താണ്? ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. ഇന്ത്യയുടെ നിലവിലെ കേന്ദ്ര വിദേശകാര്യ മന്ത്രി ആരാണ്? എസ് ജയശങ്കർ. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിട്ട് തെരഞ്ഞെടുത്ത ആരാണ്? പാർവതനേനി ഹരീഷാണ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്ര. ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്. ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥ്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ. ക്ലിയർ ആണ്? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കും. അപ്പൊ അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ഏത് നദിക്ക് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പൊ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ചെനാബ് ആണ് കേട്ടോ. അപ്പൊ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് അഥവാ റെയിൽവേ കമാന പാലം ഏത് നദിക്കാണ് സ്ഥിതി ചെയ്യുന്നത്? ചെനാബ് നദിക്കാണ്. ചെനാബ് പാലമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചെനാബ് പാലത്തെ കുറിച്ച്
നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ ഒന്ന് പറയാം. നമ്മുടെ ഈ ചെനാബ് പാലം ഉദ്ഘാടനം ചെയ്തത് 2025 ജൂൺ 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നിർവഹിച്ചത് കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് വയ്ക്കാം, 2025 ജൂൺ 6 ചെനാബ് പാലം ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ സ്ഥലം എവിടെയാണെന്ന് പരീക്ഷയ്ക്ക് വയ്ക്കാം. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. ഉയരം നദീതടത്തിൽ നിന്ന് 359 മീറ്റർ ഉയരമാണ്. ചെനാബ് പാലത്തിന് നദീതടത്തിൽ നിന്ന് 359 മീറ്റർ ഉയരം, അഥവാ ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ കൂടുതൽ ഉയരമാണ് കേട്ടോ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. ഈഫൽ ടവറാണ്, ഈഫൽ ഗോപുരത്തെക്കാൾ 35 മീറ്റർ കൂടുതൽ ഉയരമാണ് ചെനാബ് റെയിൽവേ ആർച്ച് പാലത്തിന് വരുന്നത്. അതുപോലെ തന്നെ നദീതടത്തിൽ നിന്ന് 350 മീറ്റർ ഉയരവും. പിന്നെ ഈ ഒരു പാലത്തിന്റെ ഈ നീളം എത്രയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. 1.3 കിലോമീറ്റർ ആണ് കേട്ടോ. 1.3 ആണ്. 1.3 കിലോമീറ്റർ ആണ് ഈ ഒരു പാലത്തിന്റെ ആകെ നീളം എന്ന് പറയുന്നത്. അതായത് 1315 മീറ്റർ കേട്ടോ. 1315 മീറ്റർ. പിന്നെ ഈ ഒരു ചെനാബ് പാലം നിർമ്മിക്കാനുള്ള ഒരു പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിർമ്മിച്ച പദ്ധതി എന്ന് പറഞ്ഞാൽ ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ ഭാഗമാണിത് കേട്ടോ. അപ്പൊ ഈ ഒരു റെയിൽവേ ബ്രിഡ്ജ് ഏത് പദ്ധതിയുടെ ഭാഗമാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ ഭാഗമാണ് ഈ ചെനാബ് പാലം കേട്ടോ. ചെനാബ് പാലം. അപ്പോൾ ചെനാബ് പാലത്തെ കുറിച്ച് ബേസിക് ആയിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവരിൽ ആർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത് എന്നാണ് ചോദിച്ചത്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, സൈമൺ ജോൺസൺ ആണ് കേട്ടോ. സൈമൺ ജോൺസൺ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ് താഴെ പറയുന്നവരിൽ ആർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സൈമൺ ജോൺസൺ ആണ്. അപ്പൊ നമുക്ക് പഠിക്കണം, 2024 സാമ്പത്തിക ശാസ്ത്രം അഥവാ എക്കണോമിക്സിൽ നോബൽ സമ്മാനം ലഭിച്ചത് 3 പേർക്കാണ്. ആരൊക്കെയാണ്? സൈമൺ ജോൺസൺ, അതുപോലെ തന്നെ ഡാരൻ അസ്മോഗ്ലു, അതുപോലെ തന്നെ ജെയിംസ് എ റോബിൻസൺ കേട്ടോ. ജെയിംസ് എ റോബിൻസൺ. അപ്പൊ 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച 3 പേര് ആരൊക്കെയാണ്? സൈമൺ ജോൺസൺ, ഡാരൻ ആസെമോഗ്ലു, അതുപോലെ തന്നെ ജെയിംസ് എ റോബിൻസൺ. ക്ലിയർ ആണ്. അപ്പൊ ഇവർക്ക് എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം ലഭിച്ചതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. സാമൂഹിക സ്ഥാപനങ്ങൾ അഥവാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ രൂപപ്പെടുന്നുവെന്നും അവ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുമുള്ള പഠനത്തിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത്. എന്തിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത്? സാമൂഹിക സ്ഥാപനങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നുവെന്നും അവ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധിയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും ഉള്ള പഠനത്തിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത്. ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ജോൺ ക്ലാർക്ക്, മൈക്കിൾ ഡെവോറൈറ്റ്, ജോൺ മാർട്ടിനസ് എന്നിവർ ഏത് പുരസ്കാരം നേടിയവരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, നോബൽ സമ്മാനം ഭൗതിക ശാസ്ത്രത്തിൽ, ഫിസിക്സിൽ നോബൽ സമ്മാനം നേടിയവരാണ്. അപ്പൊ നമുക്ക് 2025 ഫിസിക്സ് നോബൽ പ്രൈസ് നേടിയവർ അഥവാ ഭൗതിക ശാസ്ത്രത്തിൽ 2025 നോബൽ സമ്മാനം ലഭിച്ചത് 3 പേർക്കാണ്. ആർക്കൊക്കെയാണ്? ജോൺ ക്ലാർക്ക്, മിഷേൽ എച്ച് ഡെവോറൈറ്റ്, ജോൺ എം മാർട്ടിനസ് ആണ്. എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിനും ഊർജ്ജ ക്വാണ്ടൈസേഷനും കണ്ടെത്തിയതിനാലാണ് ഇവർക്ക് പുരസ്കാരം നൽകിയത് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം, 2025 ഭൗതിക ശാസ്ത്രം അഥവാ ഫിസിക്സിൽ നോബൽ പ്രൈസ് നേടിയവർ ആരൊക്കെയാണ്? ജോൺ ക്ലാർക്ക്, മിഷേൽ എച്ച് ഡെവോറൈറ്റ്, ജോൺ എം മാർട്ടിനസ് എന്നിവർക്കാണ്. എന്തിന്റെ കണ്ടുപിടുത്തമാണ്? ഇലക്ട്രിക് സർക്യൂട്ടിൽ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗും അതുപോലെ തന്നെ ഊർജ്ജ ക്വാണ്ടൈസേഷനും കണ്ടെത്തിയതിനാണ് ഇവർക്ക് പുരസ്കാരം നൽകിയത്. ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, 2025 രസതന്ത്ര നോബൽ സമ്മാനം ഏതിന്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകൾക്കാണ്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കിനാണ്, കണ്ടുപിടുത്തത്തിനാണ്. അപ്പൊ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ്? 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് 3 പേർക്കാണ്. ആർക്കൊക്കെയാണ്? സുസുമോ കിറ്റാഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി. സുസുമോ കിറ്റാഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി. എന്തിന്റെ കണ്ടുപിടുത്തമാണ്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ വികസനത്തിനാണ് ഇവർക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അപ്പൊ പഠിച്ചു വെക്കണം, 2025 രസതന്ത്ര അഥവാ കെമിസ്ട്രി വിഭാഗത്തിലെ നോബൽ സമ്മാനം 3 പേർക്കാണ്. സുസുമോ കിറ്റോഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി. കണ്ടുപിടുത്തം എന്താണ്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ വികസനത്തിന്. ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ,
കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി എൽദോസ് പോൾ ആണ് കേട്ടോ. എൽദോസ് പോൾ ആണ്. അപ്പൊ നമ്മൾ എൽദോസ് പോളിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ് ഇവിടുത്തെ? 37ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവ് ആരാണ്? എൽദോസ് പോൾ ആണ്. എൽദോസ് പോൾ ആരാണ്? നിലവിൽ ഇദ്ദേഹം ഇന്ത്യൻ നാവികസേനയിൽ ജോലി ചെയ്യുന്നു കേട്ടോ. അപ്പൊ എൽദോസ് പോളിനെ കുറിച്ച് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ ഇന്ത്യൻ നാവികസേനയിൽ ജോലി ചെയ്യുന്നു. കായിക ഇനം, ഇദ്ദേഹത്തിന്റെ കായിക ഇനം ട്രിപ്പിൾ ജമ്പ് ആണ് കേട്ടോ. കായിക ഇനം ട്രിപ്പിൾ ജമ്പ് ആണ്. അതുപോലെ തന്നെ അർജുന അവാർഡ് 2022 അദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിച്ചു കേട്ടോ. അപ്പൊ 2022 അർജുന അവാർഡ് പുരസ്കാരം എൽദോസ് പോളിന് 2022 ലഭിച്ചു. അതുപോലെ തന്നെ കോമൺവെൽത്ത് ഗെയിംസ് 2022 ബെർമിംഗ്ഹാമിൽ നടന്ന ഗെയിംസിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടുന്ന ആദ്യ മലയാളി താരമാണ് കേട്ടോ. അപ്പം 2022 കോമൺവെൽത്ത് ഗെയിംസിൽ 2022 ബെർമിംഗ്ഹാമിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടുന്ന ആദ്യ മലയാളി താരമാണ്. അതുപോലെ തന്നെ കോമൺവെൽത്ത് ഗെയിംസ് ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് കേട്ടോ. അപ്പൊ കോമൺവെൽത്ത് ഗെയിംസിൽ പഠിച്ചു വെക്കണം. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ എന്താണ് ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടുന്ന ആദ്യ മലയാളി താരവും ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് എൽദോസ് പോൾ. അദ്ദേഹത്തിന് 2022 അർജുന അവാർഡ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കായിക ഇനം ട്രിപ്പിൾ ജമ്പ് ആണ്. അതുപോലെ തന്നെ നിലവിൽ അദ്ദേഹം ഇന്ത്യൻ നാവികസേനയിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിന് 37ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം 2025 ലഭിച്ചതും എൽദോസ് പോളിനാണ്. ക്ലിയർ ആണ്? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിട്ട് 2026 നടന്ന ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ, അതുപോലെ തന്നെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത്. അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്റ്റുമാണ് ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ പദ്ധതികൾ നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. ഈ ഒരു 2026 ചോദിച്ചിട്ടുള്ള പദ്ധതികളും റിലേറ്റഡ് ഫാക്റ്റും നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ എടുക്കുന്നതാണ്. അപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലോട്ട് വാട്സ്ആപ്പ് ചെയ്താൽ മതി. ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ചിന് 200 രൂപയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ ക്രാഷ് കോഴ്സിന് 600 രൂപയുമാണ് വരുന്നത്. ഈ നമ്പറിലോട്ട് വാട്സ്ആപ്പ് ചെയ്താൽ മതി. 2 കോഴ്സിന്റെ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണേ. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. കോഴ്സിന് ചേരാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ നമ്പറിലോട്ട് വാട്സ്ആപ്പ് ചെയ്യണം. അതുപോലെ തന്നെ പുതിയ ക്ലാസ്സുകൾക്കും പുതിയ അപ്ഡേറ്റ്സുകൾക്കും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് തന്നെ വെക്കുക. പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.